ലോകം പശ്ചിമേഷ്യയിലെ യുദ്ധത്തിലേക്ക് കണ്ണുനട്ടിരിക്കുമ്പോൾ കിഴക്കനേഷ്യയിൽ മറ്റൊരു കൊടുങ്കാറ്റ് കൂടി രൂപപ്പെടുകയാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള പോരാട്ടത്തിൽ പരസ്യമായി ഇറാന് പിന്തുണ പ്രഖ്യാപിച്ച് കിം ജോങ് ഉൻ രംഗത്തെത്തുകയാണ്. വെറുമൊരു പിന്തുണ മാത്രമല്ല, തൻ്റെ കൈവശമുള്ള അത്യാധുനിക മിസൈലുകളും സാങ്കേതിക വിദ്യയും കൂടി ഇറാനിലേക്ക് എത്തിക്കാൻ ഉത്തര കൊറിയ തയ്യാറെടുക്കുകയാണ്. എന്തുകൊണ്ടാണ് കിം ജോങ് ഉൻ ഇറാന് പിന്നിൽ നിൽക്കുന്നത്? ഉത്തര കൊറിയ ഈ യുദ്ധത്തിലേക്ക് നേരിട്ടിറങ്ങുമോ, അതോ ഇത് അമേരിക്കയെ തളർത്തുവാനുള്ള മറ്റൊരു തന്ത്രമാണോ? നമുക്ക് പരിശോധിക്കാം. എന്തിനാണ് ഉത്തര കൊറിയ ഇറാന് പിന്തുണ നൽകുന്നത്? ഇതിന് പ്രധാനമായും 3 കാരണങ്ങളാണുള്ളത്. ശത്രുവിൻ്റെ ശത്രുമിത്രം എന്ന് കേട്ടിട്ടില്ലേ? അമേരിക്കയെ തളർത്തുക എന്നത് കിം ജോങ് ഉന്നിൻ്റെ എക്കാലത്തെയും ലക്ഷ്യമാണ്. ഇറാൻ ജയിക്കുകയോ ഏതെങ്കിലും തരത്തിൽ അമേരിക്കക്ക് വലിയ ആഘാതമേൽപ്പിക്കുകയോ ഒക്കെ ചെയ്താൽ അത് അമേരിക്കയുടെ ആഗോള ആധിപത്യത്തിനേൽക്കുന്ന വലിയ പ്രഹരമായിരിക്കും. ഇത് കാണാൻ ആഗ്രഹിക്കുന്നത്, അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് റഷ്യയൊന്നുമല്ല, പകരം ഉത്തര കൊറിയ ആണ്. അതോടൊപ്പം തന്നെ റഷ്യയും ചൈനയും, എന്തിനേറെ പുറത്തേക്ക് പറയുന്നില്ലെങ്കിലും ഫ്രാൻസ് പോലും ഇത് ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ്. അതിലേറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഈ പറയപ്പെടുന്ന ഉത്തര കൊറിയ ആയിരിക്കാം. മറ്റൊന്ന് യുദ്ധമുഖത്തെ പരീക്ഷണമാണ്. ഒരുപാട് മിസൈലുകൾ നിർമ്മിക്കുന്നു, പരീക്ഷിക്കുന്നു എന്നല്ലാതെ അവ ഏതെങ്കിലും യുദ്ധമുഖത്ത് ഉത്തര കൊറിയ ഇതുവരെ പ്രയോഗിച്ചിട്ടില്ല. കൊറിയൻ മിസൈലുകൾ ലോകത്ത് എന്നും അത്ഭുതവും ഭീതിയും വാർത്തകളിൽ നിറസാന്നിധ്യവും ഒക്കെയാണെങ്കിലും ഒരു യുദ്ധമുഖത്തും ഇതുവരെ പരീക്ഷിക്കപ്പെട്ടിട്ടില്ലാത്തത് കൊണ്ട് ഇപ്പോൾ കിമ്മിനും ഇതൊരവസരമാണ്. ഇറാഖ് യുദ്ധകാലത്ത് കിമ്മിൻ്റെ മിസൈലുകളിൽ പലതും ജനിച്ചിട്ടില്ല. ഇപ്പോഴാണ് അമേരിക്കയെ കിമ്മിന് കയ്യിൽ കിട്ടുന്നത്. ഈ അവസരം ഉപയോഗപ്പെടുത്താൻ കിം ആഗ്രഹിക്കുകയാണ്. തൻ്റെ മിസൈലുകൾ അമേരിക്കൻ പ്രതിരോധ സംവിധാനങ്ങളായ താഡ്, പാട്രിയോട്ട് എന്നിവയെ എങ്ങനെ മറികടക്കുന്നു, അല്ലെങ്കിൽ അവയെ എങ്ങനെ നേരിടുന്നു എന്ന് നേരിട്ട് കാണുവാനുള്ള ലാബ് കൂടിയായി കിം ഇറാൻ്റെ ഈ യുദ്ധഭൂമിയെ കാണുകയാണ്. മറ്റൊന്ന്, കിമ്മിന് സാമ്പത്തിക നേട്ടം ഇതുവഴി പ്രതീക്ഷിക്കുന്നു എന്നതാണ്. ഉപരോധങ്ങൾ മൂലം വീർപ്പുമുട്ടുന്ന ഒരു രാജ്യമാണ് ഉത്തര കൊറിയ. ആ ഉത്തര കൊറിയക്ക് ഇറാൻ്റെ എണ്ണയും പണവും വലിയ ആശ്വാസമായിരിക്കും ലഭിക്കുക എന്നതാണ്. ആയുധങ്ങൾ നൽകുന്നതിലൂടെ വലിയൊരു വരുമാനമാണ് കിം ലക്ഷ്യമിടുന്നത്. മാത്രവുമല്ല, ഇറാൻ്റെ പക്കൽ നിന്നുള്ള ഡ്രോൺ സാങ്കേതിക വിദ്യ ഉത്തര കൊറിയക്കും ഉത്തര കൊറിയയുടെ പക്കലുള്ള മിസൈൽ ആണവ സാങ്കേതിക വിദ്യകൾ ഇറാനും പരസ്പരം കൈമാറുന്നത് വഴി വലിയ സാങ്കേതിക കൈമാറ്റം കൂടി ഇവിടെ നടക്കുന്നു എന്നതാണ് മറ്റൊരു കാര്യം. മറ്റൊരു പ്രധാന കാര്യം, ഇറാന്റെ പുതിയ പരമോന്നത നേതാവായി പ്രഖ്യാപിക്കപ്പെട്ട മുജ്തബ ഖമേനിയുമായി അടുത്ത ബന്ധം സ്ഥാപിക്കാൻ കിം ജോങ് ഉൻ താല്പര്യപ്പെട്ടിരുന്നു. മുജ്തബയുടെ അധികാരത്തെ ആദ്യം സ്വാഗതം ചെയ്തതും ഇതേ കിമ്മാണ്. മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇറാന്റെ ഏറ്റവും വിശ്വസ്തരായ പങ്കാളിയായി മാറാൻ ഉത്തര കൊറിയ ശ്രമിക്കുന്നു എന്നതും ഇവിടെ വ്യക്തമാണ്. ഉത്തര കൊറിയ നേരിട്ട് യുദ്ധത്തിനിറങ്ങുവാനുള്ള സാധ്യതകൾ കുറവാണെങ്കിലും പ്രോക്സി യുദ്ധമുഖത്തിലൂടെ അവർ സജീവമായിരിക്കും. അതായത് നേരിട്ട് സൈന്യത്തെ അയക്കാതെ മിസൈൽ വിദഗ്ധരെയും എഞ്ചിനീയർമാരെയും ഇറാനിലേക്ക് അയക്കും. എന്നാൽ അമേരിക്ക ഇറാന് മേൽ പൂർണ്ണാധിപത്യം സ്ഥാപിക്കാൻ ശ്രമിച്ചാൽ ഇവിടെ മറ്റൊരു തന്ത്രം ഉത്തര കൊറിയ പ്രയോഗിക്കുകയാണ്. അതാണ് ഈ വാർത്തയിലെ പ്രധാനപ്പെട്ട പോയിന്റ്. ദക്ഷിണ കൊറിയൻ അതിർത്തിയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് അവരെ അസ്വസ്ഥമാക്കുകയും അമേരിക്കയുടെ താല്പര്യ ഭൂമികളായിട്ടുള്ള ജപ്പാൻ, തായ്വാൻ, ദക്ഷിണ കൊറിയ എന്നീ ഇടങ്ങളിലൊക്കെ പ്രശ്നങ്ങളുണ്ടാക്കി അമേരിക്കയുടെ ശ്രദ്ധ തിരിക്കാൻ കിം ശ്രമിക്കുമെന്നുള്ളതാണ്. ഇത് അമേരിക്കയെ 2 കേന്ദ്രങ്ങളിൽ ഒരേ സമയം യുദ്ധം ചെയ്യാൻ നിർബന്ധിതരാക്കുകയും അമേരിക്കയെ അവിടെ തളയ്ക്കപ്പെടുകയും ചെയ്യും. എന്ന് വെച്ചാൽ റഷ്യ ഇപ്പോൾ ഉക്രൈനിൽ തളയ്ക്കപ്പെട്ടതുപോലെ അമേരിക്കയും ഒരു യുദ്ധമുഖത്ത്, അതും 2 യുദ്ധമുഖങ്ങളിൽ നിർബന്ധിതമായി തളയ്ക്കപ്പെടും എന്നത് കൃത്യമായ കിമ്മിൻ്റെ രാഷ്ട്രീയ നീക്കമാണ്. അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഇറാന്റെ മിസൈലുകളെ തടയാൻ അമേരിക്ക ദക്ഷിണ കൊറിയയിലെ തങ്ങളുടെ താഡ് സംവിധാനങ്ങൾ പശ്ചിമേഷ്യയിലേക്ക് മാറ്റുന്നു എന്ന വാർത്തകൾ വന്നതോടുകൂടിയാണ് കിം ഇവിടെ ഇറാന് പിന്തുണ പ്രഖ്യാപിക്കുന്നതും മിസൈലുകൾ അയക്കുമെന്ന പ്രഖ്യാപനം നടത്തിയതും നമ്മളിവിടെ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. കാരണം ദക്ഷിണ കൊറിയയിലെ താഡ് സംവിധാനങ്ങൾ
ഈ പശ്ചിമേഷ്യയിലേക്ക് മാറ്റാൻ പോവുകയാണ് എന്നാണ് അമേരിക്ക പ്രഖ്യാപിച്ചത്. അവർക്കാകെയുള്ള 9 താഡ് സംവിധാനങ്ങളിൽ പശ്ചിമേഷ്യയിൽ ആകെ 5 എണ്ണം ഉണ്ടായിരുന്നു. അവകൾ തകർക്കപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. ഏതായിരുന്നാലും 2-3 എണ്ണം തകർത്തു എന്ന് ഇന്റർനാഷണൽ മീഡിയകൾ തന്നെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. ഇങ്ങനെ ഈ ദക്ഷിണ കൊറിയയിലുള്ള താഡ് സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സുരക്ഷാ വീഴ്ചയായിരിക്കും പിന്നീട് ദക്ഷിണ കൊറിയയിലും ആ മേഖലയിലും സംഭവിക്കുക. ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ലീ ജെ മ്യൂങ് ഇതിൽ ശക്തമായ അതൃപ്തി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ സുരക്ഷയേക്കാൾ സ്വന്തം താല്പര്യത്തിന് അമേരിക്ക സുരക്ഷ മുൻഗണന നൽകുന്നു എന്ന തോന്നൽ ദക്ഷിണ കൊറിയയിലെ ജനങ്ങൾക്കിടയിലും ഇപ്പോൾ ശക്തമായി വന്നിട്ടുണ്ട്. ദക്ഷിണ കൊറിയയുടെ പ്രതിരോധം ദുർബലമാകുമ്പോൾ ഉത്തര കൊറിയ കൂടുതൽ പ്രകോപനങ്ങൾ നടത്തുവാനുള്ള സാധ്യതയുമുണ്ട്. അല്ലാതെ തന്നെ ബലൂണുകൾ പറത്തിവിടുക, മിസൈൽ പരീക്ഷണങ്ങൾ നടത്തുക, പല തരത്തിലുള്ള അതിർത്തികളിൽ പ്രകോപനങ്ങൾ ഉണ്ടാക്കുക, ഇതൊക്കെ ഉത്തര കൊറിയ ദക്ഷിണ കൊറിയയുമായി കാലങ്ങളായിട്ട് ചെയ്തു വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇരു രാഷ്ട്രങ്ങൾ തമ്മിൽ വീണ്ടും ഒരു കൊറിയൻ യുദ്ധം ഉണ്ടാകുമോ എന്നത് എപ്പോഴും പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സമയത്ത് കൂടിയാണ് ദക്ഷിണ കൊറിയയിലെ പ്രധാന പ്രതിരോധ സംവിധാനങ്ങൾ അവിടെ നിന്ന് മാറ്റുന്നു എന്ന തീരുമാനം വരുന്നത്. സമയം കളയാതെ ഈ കിം ജോങ് ഉൻ എടുത്തു പ്രഖ്യാപിക്കുന്നു, ഞങ്ങളിതാ ഇറാനിലേക്ക് മിസൈലുകൾ അയക്കുന്നു എന്നത് പ്രഖ്യാപിക്കുന്നു. ഇതൊരു വലിയ നീക്കമാണ്. അമേരിക്കയെ പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയില്ല എന്ന സന്ദേശം ദക്ഷിണ കൊറിയക്ക് നൽകുകയാണ് ഇതുവഴി ഉണ്ടാകുന്നത്. തങ്ങളെ സംരക്ഷിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത അമേരിക്ക സ്വന്തം താല്പര്യത്തിനായി പ്രതിരോധ സംവിധാനങ്ങൾ മാറ്റുന്നത് സിയോളിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. മാത്രവുമല്ല, അമേരിക്കൻ സാന്നിധ്യം കുറയുന്നത് ഈ മേഖലയിൽ, കൊറിയൻ മേഖലയിൽ ചൈനക്കും റഷ്യക്കുമൊക്കെ കൂടുതൽ സ്വാധീനം നൽകുന്ന ഒന്നായിരിക്കും. ദക്ഷിണ കൊറിയയുടെ പ്രതിരോധം ദുർബലമാകുമ്പോൾ കിം ജോങ് ഉൻ മിസൈൽ പരീക്ഷണങ്ങൾ വർദ്ധിപ്പിക്കുവാനുള്ള സാധ്യതയും ഏറെയാണ് എന്നതും നമ്മളിവിടെ എടുത്തു പറയേണ്ടതുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അമേരിക്കയെ നേരിടാൻ ഇറാന് ആയുധങ്ങൾ നൽകാൻ ഉത്തര കൊറിയ തയ്യാറാകുമ്പോൾ അതെങ്ങനെ എന്നൊരു സംശയം സ്വാഭാവികമാണ്. കനത്ത ഉപരോധങ്ങൾക്കിടയിലും എങ്ങനെയാണ് ഉത്തര കൊറിയൻ മിസൈലുകൾ ആയിരക്കണക്കിന് മൈലുകൾ താണ്ടി ഇറാനിൽ എത്തിക്കുക എന്നതാണ് ലോകം ചോദിക്കുന്നത്. ഇതിനായി കിം ജോങ് ഉൻ ഉപയോഗിക്കുന്നത് അതീവ രഹസ്യമായ ചില ഡാർക്ക് ഷിപ്പിംഗ് തന്ത്രങ്ങളാണ്. ഒരു കടൽ കൊള്ളക്കാരുടേതിന് സമാനമായ നീക്കങ്ങളാണ് ഇവിടെ നടക്കുക. ആദ്യം സിഗ്നലുകൾ മറച്ചു വെക്കും. ഉത്തര കൊറിയൻ ആയുധങ്ങളുമായി പുറപ്പെടുന്ന കപ്പലുകൾ അന്താരാഷ്ട്ര കടൽപാതയിലെത്തുമ്പോൾ തങ്ങളുടെ AIS ഓട്ടോമാറ്റിക് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം ഓഫ് ചെയ്യുകയാണ്. അതായത് സാറ്റലൈറ്റുകൾക്ക് പോലും ഈ കപ്പലുകൾ എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിയില്ല. കടലിലെ പ്രേത കപ്പലുകൾ എന്നാണ് ഇത്തരം കപ്പലുകളെ വിളിക്കപ്പെടുന്നത്. മറ്റൊന്നാണ് കപ്പൽ മാറ്റൽ, ഷിപ്പ് ടു ഷിപ്പ് ട്രാൻസ്ഫർ എന്ന് പറയും. യുദ്ധമുഖങ്ങളിൽ വെച്ച് ആയുധങ്ങൾ ഇറക്കുന്നതിന് പകരം നടുക്കടലിൽ വെച്ച് മറ്റൊരു രാജ്യത്തിൻ്റെ പതാകയുള്ള കപ്പലുകളിലേക്ക് ആയുധങ്ങൾ മാറ്റും. പലപ്പോഴും മലേഷ്യൻ തീരത്തോ ഇന്തോനേഷ്യൻ കടലിടുക്കുകളിലോ വെച്ചാണ് ഈ കൈമാറ്റം നടക്കുന്നത്. മറ്റൊന്ന് ഒമാൻ പാതയുടെ പ്രാധാന്യമാണ്. ചൈനീസ് കടലിലൂടെ നീങ്ങി ഇന്ത്യൻ മഹാസമുദ്രം വഴി ഒമാൻ തീരത്തോട് ചേർന്നാണ് ഈ കപ്പലുകൾ ഇറാനിലേക്ക് അടുക്കുക. കഴിഞ്ഞ ദിവസം ഒമാൻ തീരത്ത് ഇറാൻ മിസൈലുകൾ പതിച്ചത് ഇത്തരമൊരു ആയുധ കപ്പലിന് സുരക്ഷാ കവചം ഒരുക്കാനാണോ എന്ന് അന്താരാഷ്ട്ര നിരീക്ഷകർ സംശയിക്കുന്നുണ്ട്. മറ്റൊന്നാണ് റഷ്യയുടെയും ചൈനയുടെയും ഒക്കെ സഹായം. പലപ്പോഴും റഷ്യയാണ് ഇതിന് മുൻപന്തിയിൽ നിൽക്കാറുള്ളത്. അമേരിക്കൻ നാവികസേനയുടെ പരിശോധനകൾ ഒഴിവാക്കാൻ പലപ്പോഴും റഷ്യൻ കപ്പലുകളുടെ അകമ്പടിയും ഉത്തര കൊറിയൻ ആയുധ കപ്പലുകൾക്ക് ലഭിക്കാറുണ്ട്. ഈ നിഗൂഢ പാതകളിലൂടെയാണ് പശ്ചിമേഷ്യൻ യുദ്ധക്കളത്തിലേക്ക് ആവശ്യമായ ഇന്ധനങ്ങൾ ഉത്തര കൊറിയ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് തടയാൻ അമേരിക്കൻ നാവികസേന ശ്രമിക്കുന്നുണ്ടെങ്കിലും കിമ്മിങ്ങിൻ്റെ തന്ത്രങ്ങളെ മറികടക്കാൻ അവർക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. Waytonikah.com, the exclusive Muslim matrimonial site.